അപ്പൊ നമ്മുടെ കൊച്ചു കേരളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. കുറച്ചു മുമ്പ് നോക്കുവാണെങ്കിൽ ഒരു മകൻ ഡ്രഗ് അടിച്ചിട്ട് 5 പേരെ കൊന്നു കളഞ്ഞേക്ക്. അതുകൂടാതെ ഇപ്പൊ ചെറിയ മലയാളത്തിൽ പറഞ്ഞ ഇച്ചിമുള്ളി പിള്ളേര് എല്ലാം കൂടെ ഒരു പാവം പയ്യനെ മർഡർ ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. SSLC പരീക്ഷയ്ക്കായി കുട്ടികൾ എല്ലാവരും സ്കൂളിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് എലൈറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 49-ാം നമ്പർ ക്ലാസ് റൂമിലെ ഒരു ബെഞ്ചിൽ ഒരു വിദ്യാർത്ഥിയുണ്ടാകില്ല. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളാൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ സീറ്റാണത്. ഷഹബാസിന്റെ രജിസ്ട്രേഷനി സ്കൂളിലേക്ക് എത്തില്ല എന്നത് അധ്യാപകർക്കൊക്കെ വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വിശ്വാസമായിട്ടുണ്ടാവും ഇതൊക്കെ സത്യമാണെന്ന്. കാര്യം ഇതിനെപ്പറ്റി ഞാനൊന്നും പറയാനോ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ന്യൂസിന്റെ കാര്യങ്ങളൊന്നും നോക്കാത്ത ഒരാളാണ്. പക്ഷെ ഈ ഷഹബാസ് മോന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റ തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ എവിടെ നോക്കിയാലും ഈ ഒരു കാര്യം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ചെറിയൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഞാൻ ഇങ്ങനത്തെ കാര്യം നിങ്ങൾക്ക് നോർമലി അറിയാം, വലിയൊന്നും കാര്യങ്ങളാണെങ്കിൽ സംസാരിക്കാറോ അല്ലെങ്കിൽ ഞാൻ നോക്കാറുമില്ല, നിങ്ങളോട് പറയാറുമില്ല. പക്ഷെ ഇതെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ പേഴ്സണലി അറിയുന്ന ഒരാളെ പോലെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 5-6 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 1.5 ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ഫോട്ടോ എടുക്കാനും ചാടി വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ കുറെ പിള്ളേർ വരാറുണ്ട്. അപ്പൊ ഇവനെ കാണുമ്പോൾ എനിക്ക് അതുപോലത്തെ ഒരു പയ്യനെ പോലെ തോന്നുന്നു, ഓടി വരുന്നു, ഫോട്ടോ എടുക്കുന്നു, മിണ്ടുന്നു. സോ നമുക്ക് അറിയുന്ന ഒരാൾക്ക് എന്തോ പറ്റി എല്ലാരും കൂടെ അവനെ കൊന്നു കളഞ്ഞ പോലത്തെ ഒരു അവസ്ഥ നമുക്ക് വേണ്ടപ്പെട്ട കാണാനുണ്ടല്ലോ. അവന്റെ ഒരു ചിരിച്ചോ ഇങ്ങനെയുള്ളൊരു ഫോട്ടോയോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യം ഒരു മലയാളികളുടെ മനസ്സിൽ നിന്ന് പോകാൻ കുറച്ച് പാടായിരിക്കും. അപ്പൊ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം വലിയ ആയുധങ്ങൾ, എന്താണ് അതിന്റെ പേര്, ആ സാധനമൊക്കെ വെച്ചിട്ട് കൊന്നു കളഞ്ഞേക്കുന്ന ഒരു പാവൻ ചെക്കനെ ചെറിയ വാക്ക് തർക്കത്തിന്റെ ഇഷ്യൂല്. പിന്നെ അതും കൂടാതെ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വിഷമാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് ചെറിയ മക്കളാണ്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പൂച്ചേനെ പോലും കല്ലെടുത്ത് എറിഞ്ഞാൽ, ഒരു പട്ടീനെ എറിഞ്ഞാൽ പോലും വിഷമം തോന്നുന്ന ഒരാളാണ് ഞാൻ പണ്ട് ഓർമ്മ വെക്കാത്ത കാലത്തില് ഞാൻ ഒരടി അങ്ങനത്തെ അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രായത്തിലാണ് അവരുള്ളത്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതൊക്കെ മണ്ടത്തിലായി പോയി. ഇപ്പൊ ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ട് മാസം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യാൻ വേണ്ടി നടക്കും. പക്ഷെ ജീവിതം ഒരുത്തന്റെയും പോയി ഇവരുടെയും പോയി എന്നവർ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഒക്കെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും ഒരാൾ എന്നെ അടിക്കാൻ വന്നാലും ഒരു പ്രശ്നം വന്നാലും പണ്ട് ഞാൻ 1 അടിക്കുന്നതിന് മുമ്പ് 2 അടിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നത്തിന് പോകാതെ ഞാൻ മാക്സിമം എന്നെ ക്ലോസ് ആയിട്ട് അറിയുന്നവർക്ക് അറിയാം ഞാൻ മാറിപ്പോയി. ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ആക്കാൻ പോയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, സ്കൂൾ ടൈമിൽ പോലും ചെറിയ അടിപിടികൾ ഉണ്ടാവുന്നൊക്കെ അല്ലാതെ ഇതിപ്പോ എന്നാ സ്കൂൾ ടൈമിൽ ചെറിയ അടിപിടി കാരണം ഒരു മോന്റെ ജീവിതം ഇല്ലാണ്ടായി. ആ മോനെ ലോകത്തുനിന്ന് ഇല്ലാണ്ടായി പോയി. ഇനി ആ കുറ്റബോധം വെച്ചിട്ട് ഈ പിള്ളേർക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ? 4-5 പേരുണ്ട്. സോ അതിന്റെ ക്ലിപ്സ് ഒക്കെ ഞാൻ കൊടുക്കാം. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് എന്താണ്, ഇനി വേണേ പോയി നോക്കിക്കോ. അവന്റെ കണ്ണൊക്കെ ഞാൻ അടിച്ച് പൊട്ടിച്ച് ഞാൻ ചെയ്യൂന്ന് പറഞ്ഞ ചെയ്തിരിക്കുന്നൊക്കെ മാസമായിട്ട് പറയുന്ന കാലഘട്ടം. പിന്നെ രണ്ടാമത്തെ കാര്യം, പലരും പറയുന്ന കാര്യമാണ്, സിനിമകളിൽ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ വയലൻസ് പടങ്ങളൊക്കെ കണ്ടിട്ടാണ് മക്കൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഈ മർഡർ ചെയ്ത ഈ 5 പേരുണ്ടല്ലോ, അവർ അത്യാവശ്യം നല്ല ബുദ്ധിയും ബോധമുള്ളവരാണ്. ഇവരുടെ പിന്നിൽ ബുദ്ധി ബോധമുള്ളവരുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് പ്രായപൂർത്തി ആവാത്തോണ്ട് കേസ് ആവൂലടാ, കൊന്നു കളഞ്ഞാൽ വലിയ സീനൊന്നും ആകൂലടാന്ന് ഇവർ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു റൂൾസിനെ പറ്റി വരെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ ബോധമുള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിട്ടൊന്നും ഇവർ ഈ മണ്ടത്തരം ചെയ്യാൻ പോകുന്നൊന്നും പറയുന്നത് വെറുതെയാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് സിനിമാക്കാരെയും കുറ്റം പറയാൻ കുറെ പേര് വന്നിട്ടുണ്ട്. അതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. സോ പിന്നെ നമുക്ക് ഇത് വിഷമമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവന്മാര്, അതായത് ഇപ്പോ ആ ഷഹബാസ് മോൻ ഒഴിച്ചിട്ട് ഇപ്പോ ആ സീറ്റിൽ ആ മോനില്ല, ബാക്കി എല്ലാരും പോയിട്ട് ഇപ്പൊ 1-2 എക്സാം എടുത്തപ്പോ എഴുതി കഴിഞ്ഞു. സോ ഇതൊക്കെ കാണുമ്പോഴുള്ള അവസ്ഥ എന്നാ, നമ്മുടെയൊക്കെ എക്സാം ടൈമിൽ ഒരു കോപ്പി അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണ്ടൊരു പേപ്പർ നമ്മുടെ കയ്യിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ എക്സാം എഴുതാൻ വിടാത്തതാണ് നമ്മുടെ ടീച്ചറും സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോ ഒരു മകന്റെ എക്സാമും ഇല്ലാതാക്കി ജീവിതവും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ ബാക്കി 4-5 പേർക്ക് പോലീസ് പ്രൊട്ടക്ഷനോടെ എക്സാം എഴുതാൻ വിട്ടേക്കുന്നു. എന്തൊക്കെയാടാ. സോ കേരളത്തിൽ ഞാനിപ്പോ എല്ലാവരും പല സ്ഥലത്തും കണ്ടപ്പോ എല്ലാവരും എക്സാം എഴുതുന്നതിനെ പറ്റി, അവർ എക്സാം എഴുതാൻ പാടില്ല, ഷഹബാസും എഴുതിയില്ല, ഇവരും എഴുതാൻ പാടില്ല, ഇവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പറയാൻ. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. എക്സാം എഴുതാൻ അവരെ വിട്ടത് വെറും തെളിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ പോലീസ് പ്രൊട്ടക്ഷൻ അറ്റ്ലീസ്റ്റ് ചെയ്തത് ഇവർ തന്നെയാണെന്ന് തെളിവ് കൊണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോ ചെറിയ പ്രായക്കാരാണെന്ന് വെച്ചാൽ അതിന്റെ നിയമങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നാലും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടപടി എടുക്കേണ്ട ആവശ്യമുണ്ട്. ആ മകന്റെ സീറ്റിൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും വിത്ത് പ്രൊട്ടക്ഷനോടെ എക്സാം എഴുതാനും പോയിരിക്കുന്നത്.
സോ ഇപ്പൊ പിന്നെ അപ്പൊ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ ചിന്തിക്കും, ഓഹോ അവനെ തീർത്തിട്ടും പോലീസ് പ്രൊട്ടക്ഷനോട് എക്സാം എഴുതി, അവർക്ക് ശിക്ഷയൊന്നും കിട്ടിയില്ല, എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് എവിടെയെങ്കിലും ബുദ്ധിയും ബോധം ഉറക്കാത്ത കൊച്ചു പിള്ളേർ ഇനിയും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ എന്ത് ചെയ്യും? ഒരു നടപടി എടുക്കുന്നില്ല. അതാണ് നമ്മുടെ കേരളത്തിന്റെ അടിപൊളി നിയമത്തെ പറ്റി നമുക്ക് പറയാനുള്ളത്. നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് ഇങ്ങനെ പറയാനുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. ഒരു കൊച്ചു മോനെ അത്ര ക്രൂരായിട്ടൊക്കെ കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് സമൂഹത്തിന്റെ പോക്ക്? ഞാൻ പറഞ്ഞേ. സോ അത്ര തന്നെ. പിന്നെ എനിക്കൊരു ഉപദേശമായിട്ട് പറയാനുള്ള മക്കളെ, ഇതൊന്നും അല്ല ജീവിതം. നിങ്ങൾക്ക് ചെറുപ്രായത്തിൽ തോന്നും എഴുത്തിനടിച്ച് അപ്പ തിരിച്ചടിച്ച് മാസാവുന്നു. അതൊന്നുമല്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആവേശം കൊണ്ട് ചെയ്തു പിന്നെ നമ്മുടെ കരിയറും ലൈഫും തന്നെ ഇല്ലാണ്ടായി പോകും. അപ്പൊ നിങ്ങളിപ്പോ കാർ എടുക്കണം, ബൈക്ക് എടുക്കണം, ഐഫോൺ എടുക്കണം, എന്തെങ്കിലും എടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുക. അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇടയ്ക്ക് പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ജീവിതം സെറ്റപ്പ് ആവാൻ വേണ്ടി നോക്ക്. ഈ ഒരു മാസം പിള്ളേരോടെ നടന്ന് ഡ്രഗ് അടിച്ച് വലിച്ച് പിള്ളേരെ അടിച്ച് നടക്കുന്നൊന്നും ഒരു ലൈഫേ അല്ല. അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഒരു അന്ധവൈ പോലെ തോന്നും. പക്ഷെ എന്റെ പ്രായക്കാർക്കും ഇത് കഴിഞ്ഞവർക്ക് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവും. കാര്യം ഇവർ ചിന്തിക്കുന്ന പോലെ തന്നെ ഒരുത്തിനടിച്ചാൽ അവനെ സ്കെച്ചിട്ട് അടിക്കണം, പണിയണം എന്നൊക്കെ ചിന്തിച്ച് നടന്ന പ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല ജീവിതം. ഇത്ര എന്റെ അഭിപ്രായത്തിൽ നിങ്ങളിപ്പോ മാക്സിമം അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒഴിവാക്കുക. ഇപ്പൊ ഒരാൾക്ക് പ്രശ്നമെങ്കിൽ സംസാരിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴും മുതിർന്നവരും ഉണ്ട് ഇത്ര പ്രായമായിട്ട്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ആരേക്ക് എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ എനിക്ക് പോലും അറിയാത്തവരും അതുകൂടെ എന്നെ അറിയുന്നവരും എന്റെ കൂടെ നിൽക്കുന്നവരും എന്നെ പറ്റി ചിരിച്ചു കാണിച്ചിട്ട് പുറത്തു പോയിട്ട് മാറി പറയുന്നവരും കുറ്റം പറയുന്നവരും എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം ഞാൻ അടിക്കാൻ പോവാണോ? ഒന്നും ഞാൻ ചെയ്യില്ല. എന്നെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരാളുടെ കാര്യത്തിൽ ഇപ്പൊ ഇടപെടാറില്ല, ഒരാൾക്കൊരു അറിഞ്ഞോണ്ടൊരു പ്രശ്നം ഉണ്ടാക്കാറില്ല, ഒന്നിനും പോവാതെയാണ് ഞാൻ പോകുന്നത്. സോ നിങ്ങൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് ജീവിക്കാൻ നോക്കുക. മറ്റുള്ളവരെ നന്നാക്കിയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടൊന്നും ഒരാൾ ലോകത്ത് നന്നാവൂല. എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ മാക്സിമം ഒന്ന് പറഞ്ഞ് കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിനി ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇത്രയും വലിയ പ്രശ്നമായ സ്ഥിതിക്ക് എന്തായാലും ഇപ്പോ എനിക്കറിയില്ല ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്. നിലവിൽ ഞാൻ നോക്കുമ്പോൾ ഒന്നും അവരെ പ്രൊട്ടക്ഷൻ ആണ്, എക്സാം എഴുതാണ്, നിയമങ്ങളൊന്നും ശിക്ഷയൊന്നും കൊടുത്തില്ല. പക്ഷെ ആ മക്കൾക്ക് വേണ്ടത്ര മക്കളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരുത്തന്റെ ജീവിതം ഇല്ലാതാക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു. അത്ര കൊച്ചു പിള്ളേരും അല്ലല്ലോ. അത്രയും മാരക ആയുധം വെച്ചിട്ട് ആ ഒരു മകനെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അവനുള്ള വേണ്ട ശിക്ഷ കൊടുക്കണം എന്ന് തന്നെ എല്ലാവരും പറഞ്ഞു. അതിനോട് തന്നെ ഞാൻ യോജിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. സോ ഗൈസ്, എന്തായാലും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ പ്രായത്തിൽ തോന്നുന്ന മണ്ടത്തരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തോന്നും. അത് നിങ്ങളുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ഇല്ലാതാവുന്നുള്ള കാര്യം ആദ്യം ആലോചിക്കുക. ഇപ്പൊ നമ്മളെ കുറ്റം പറയാനും നമ്മൾ അടിക്കാനും പലരും എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എല്ലാവരും തല്ലാനും കൊല്ലാനും പോയി കഴിഞ്ഞാല് അവിടെയല്ല മാസ്. അവരോട് മിണ്ടാതെ ചിരിച്ചു കാണിച്ചിട്ട് അവരുടെ മുമ്പിൽ നമ്മൾ അടിപൊളിയായിട്ട് ജീവിച്ച് കാണിക്കുക. സോ പേഴ്സണലി എനിക്കറിയാം, എന്റെ ഇപ്പൊ കൂടെയുള്ളവര്, നാട്ടിലുള്ളവര്, വീട്ടിലുള്ള എവിടെ ആയാലും നമ്മൾ വേണ്ടപ്പെട്ടവരെ പോലെ കണ്ടോണ്ടിരുന്നവർ വരെ നമ്മളെ പറ്റി പലതും പറഞ്ഞു നടക്കുന്നത് എനിക്കറിയാം. ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഞാനൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അവരുടെ എല്ലാ അഭിനയവും കണ്ടിട്ട് നമ്മളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്നൊക്കെ പറയല്ലോ. സോ അങ്ങനെ ജീവിക്കാൻ നോക്കുക മാക്സിമം. അത്ര എനിക്ക് ഇതിനെ പറ്റി പറയാനായിട്ടുള്ളൂ. അല്ലാതെ കണ്ടന്റിനെ പറ്റി വാരി വലിച്ചു പറയാനോ അല്ലെങ്കിൽ ഇതാക്കാൻ വേണ്ടിയൊന്നുമല്ല ഗൈസ്. മാക്സിമം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടാവാതെ ഇരിക്കുക. ഇപ്പൊ ചെറിയ പിള്ളേർ എങ്ങനെയുണ്ട്, അതുകൂടാതെ പ്രായമായിട്ടും ഇത്ര പോലും ബോധമില്ലാത്ത നടക്കുന്നവർ കുറേ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരോടും ഒന്നും പറയാനും പോകാറില്ല. എനിക്ക് ആരോടും ഒരു പ്രശ്നവുമില്ല. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടോളാം. അവരവരുടെ കാര്യം, ഞാൻ എന്റെ കാര്യം. അങ്ങനെ നമ്മൾ ജീവിക്കണം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ആവാൻ നോക്കുക, കഷ്ടപ്പെടുക, ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യുക. വണ്ടി, കാറ്, ബൈക്ക്, അങ്ങനെ ഓരോന്ന് അച്ചീവ് ചെയ്ത് ആ ഒരു എൻജോയ്മെന്റിൽ ഇങ്ങനെ ലൈഫ് ഇങ്ങനെ ബിസി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. വെറുതെ കുത്തിരിക്കുമ്പോൾ വലിക്കാനും കുടിക്കാനും ഡ്രഗ് അടിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുക. സോ ജീവിതം ഇല്ലാതാക്കാതിരിക്കുക മക്കളെ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി കണ്ടന്റ് ഉണ്ടാക്കാനോ അതുകൂടാതെ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് നല്ല റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന കുറെ ഊളകളുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ. ഞാൻ ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്കിപ്പോൾ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് ചെറിയൊരു സെറ്റപ്പ്, അങ്ങനെ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ഞാൻ പോകാൻ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല ഇങ്ങനത്തെ കണ്ടന്റ് ആക്കണം. പക്ഷെ എല്ലാവരും എന്നോട് ചോദിക്കുന്നു, ബ്രോ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ലേ? എന്ത് പറയാനാ, നമ്മൾ പറഞ്ഞാൽ മാറാൻ പോകുന്നൊന്നുമില്ല. പിന്നെ സംഭവിച്ചാലേ സംഭവിച്ചു. പക്ഷെ ഗൈസ്, ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ കാരണം മാക്സിമം ഒരു പട്ടിയോ പൂച്ച പോലും ഒരു മനുഷ്യർ പോലും വേദനിക്കാതിരിക്കാൻ നോക്കുക. സോ അത്ര തന്നെ, വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും. സോ എന്തായാലും ഇതിനുള്ള ശിക്ഷയും നടപടികളൊക്കെ ഇനി എന്തായാലും ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. സോ ടേക്ക് കെയർ, ലവ് യു ആൾ.